നമസ്കാരം. ഫുക്രിയിലേക്ക് സ്വാഗതം. ബ്രസീലിൻ്റെ ഇതിഹാസ താരം നെയ്മറിന് പിറകെ ലോകകപ്പ് വിടുന്ന ക്രിസ്ത്യാനോ റൊണാൾഡോയും സ്പെയിൻ ക്വാർട്ടറിലെത്തി ലോകകപ്പിൻ്റെ പോർച്ചുഗലിനെ എതിരില്ലാത്ത ഒരു ഗോളിന് തോൽപ്പിച്ചാണ് സ്പെയിൻ ക്വാർട്ടർ ഫൈനലിലെത്തിയത്. പ്രീ ക്വാർട്ടർ ഫൈനലിൽ പോർച്ചുഗലിനെതിരായ മത്സരത്തിൽ നിശ്ചിത സമയവും കഴിഞ്ഞ് ഇഞ്ചുറി ടൈമിൻ്റെ ആദ്യത്തെ മിനിറ്റിലാണ് മെറീനോ പോർച്ചുഗലിനെ ക്വാർട്ടറിലെത്തിക്കുന്ന ഉറച്ച ഗോൾ അടിച്ചത്. എന്തായാലും ക്രിസ്ത്യാനോ റൊണാൾഡോ, CR7 എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന ഇതിഹാസവും ലോകകപ്പിൽ നിന്ന് മടങ്ങുകയാണ്. കളിയെ സംബന്ധിച്ചാണെങ്കിൽ ആദ്യ പകുതിയിൽ സ്പെയിൻ മുന്നിട്ട് നിന്നു, സ്പെയിനായിരുന്നു മുൻതൂക്കം. രണ്ടാം പകുതിയിൽ ഇരു ടീമുകളും തുല്യ നിലയിൽ കളിച്ചു. എന്തായാലും അവസരങ്ങൾ രണ്ടുപേർക്കും കിട്ടിയെങ്കിലും രണ്ട് ടീമിനും ഗോളടിക്കാൻ കഴിഞ്ഞില്ല. പ്രത്യേകിച്ച് പോർച്ചുഗലിൻ്റെ ഗോൾ കീപ്പർ അതിഗംഭീരമായി ചെറുത്തു നിന്നു. യഥാർത്ഥത്തിൽ സ്പെയിനിൻ്റെ പല നീക്കങ്ങളെയും തകർത്ത് കളഞ്ഞത് പോർച്ചുഗലിൻ്റെ ഗോളിയാണ്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഇരു ടീമുകളുടെയും പ്രതിരോധം അതിശക്തമായി തന്നെ ചെറുത്തു നിന്നു 90 മിനിറ്റും. അതുകൊണ്ടാണ് 90 മിനിറ്റിലും ഇരു ടീമിനും ഗോളടിക്കാൻ കഴിയാതിരുന്നത്. എന്തായാലും 90 മിനിറ്റ് കഴിഞ്ഞ് ഇഞ്ചുറി ടൈമിൻ്റെ ആദ്യത്തെ മിനിറ്റിൽ തന്നെ മെറീനോ ഗോളടിച്ച് സ്പെയിനെ മുന്നിലെത്തിച്ചു. സ്പെയിനെ യഥാർത്ഥത്തിൽ ക്വാർട്ടർ ഫൈനലിൽ എത്തിച്ചു എന്ന് തന്നെ പറയണം. പിന്നീട് അങ്ങോട്ട് 5 മിനിറ്റാണ് ഉണ്ടായിരുന്നത്. അധിക സമയമായി ഇഞ്ചുറി ടൈമായി കൊടുത്തിരുന്നത് 6 മിനിറ്റാണ്. പിന്നീടുള്ള 5 മിനിറ്റിൽ പോർച്ചുഗലിന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അങ്ങനെ അവരുടെ ഇതിഹാസ താരത്തിന് വേണ്ടി അവർക്ക് ലോകകപ്പ് ജയിക്കാൻ കഴിഞ്ഞില്ല. ക്രിസ്ത്യാനോ റൊണാൾഡോയും പോർച്ചുഗലും ലോകകപ്പിൽ നിന്ന് പുറത്തായിരിക്കുന്നു. സ്പെയിൻ ക്വാർട്ടർ ഫൈനലിലേക്ക് കടന്നിരിക്കുന്നു.